അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എം ഡി എം എയും ലഹരിയും നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ അത് സുലഭമാണ്. നമുക്കറിയില്ല, അഫാനെ പോലെയുള്ള സ്വന്തം ഉമ്മയെ അടിച്ചു കൊല്ലുന്ന, സ്വന്തം ഉപ്പയെ അടിച്ചു കൊല്ലുന്ന, സ്വന്തം അനുജനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന മക്കൾ നമ്മുടെ ഭവനങ്ങളിൽ വളരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം എന്തുണ്ട് അതിന് പരിഹാരം? ഇത്തരം എം ഡി എം എകളിൽ നിന്നും ലഹരികളിൽ നിന്നും നമ്മുടെ മക്കൾ വീണുപോകാതിരിക്കാൻ എന്താണ് അതിന് പരിഹാരം? അള്ളാഹുവിൻ്റെ റസൂൽ വളർത്തിയെടുത്ത ഒരു സമൂഹം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു ചെറിയ കുട്ടി 200 ആടുകളെയും മേച്ചുകൊണ്ട് വരുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നീ ഒരെണ്ണം എനിക്ക് വിൽക്കാമോ? കുട്ടി പറഞ്ഞു, എനിക്ക് വിൽക്കാൻ കഴിയില്ല, എൻ്റെ യജമാനൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയെ പരിശോധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരെണ്ണത്തെ നീ വിറ്റാൽ നിൻ്റെ യജമാനൻ അറിയില്ല, അതുകൊണ്ട് നീ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് വിൽക്ക്, നിനക്കെന്തെങ്കിലും വാങ്ങിക്കഴിച്ചു പോകാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ ബാലൻ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിയാതെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, എന്നെയും നിങ്ങളെയും എൻ്റെ യജമാനനും സൃഷ്ടിച്ച ഒരു നാഥൻ ഇതൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ആ തിന്മയിൽ നിന്ന് പിന്മാറുകയാണ്. അതെ, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഖുർആൻ നന്നായി മനഃപ്പാഠമാക്കുകയും ഖുർആൻ എന്താണെന്നറിയാത്ത, അള്ളാഹു ആരാണെന്നറിയാത്ത, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹമാകാതെ അലം യഅലം ബി അന്നല്ലാഹ യറാ, എൻ്റെ ഉപ്പ കണ്ടില്ലെങ്കിലും എൻ്റെ ഉമ്മ കണ്ടില്ലെങ്കിലും നിയമപാലകർ എന്നെ കണ്ടില്ലെങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന ബോധമുള്ള ഒരു സമൂഹം നമ്മുടെ ഭവനങ്ങളിൽ വളർന്നു വരുന്നു എന്ന് ഉറപ്പാക്കുക. അതാണ് അതിൻ്റെ പരിഹാരം.